നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ടുള്ളത് ജിദ്ദയിലുള്ള ഹറമൈൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അടുത്തതാണ് അവിടുത്തെ ടാക്സി പാർക്കിങ്. ഇവിടെ വന്നിറങ്ങുന്നൊരു നമ്മൾ എസ്കലേറ്ററിൽ കയറുകയാണ്. ഭയങ്കര മെട്രോ സ്റ്റേഷനാണ്. എത്ര എസ്കലേറ്റർ തന്നെ ഉണ്ടെന്ന് അപ്പോൾ രണ്ട് സൈഡിനായിട്ട് നല്ല ഹൈറ്റിന് കിടക്കുകയാണ്. ാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് മക്കയിലത്തേക്കും മദീനത്തിലേക്കുമുള്ള അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സർവീസ്. രണ്ട് ഹറമൈനിൽ പോകാനുള്ളത്. കയറി വരണം. നല്ല ഹൈറ്റാണ്. നമ്മൾ കയറി രണ്ടാമത്തെ നിലയിലാണ് എത്തണത്. ഈ എസ്കലേറ്റർ കയറി നേരെ പോകുന്നത്. ഇവിടെ നേരെ ഇതിൻ്റെ മുകളിലെത്തി. ഓരോ എസ്കലേറ്ററിൽ കയറി വരുന്നതാണ്. അതിന് മാത്രമുള്ള തിരക്കൊന്നും ഇവിടെ ഇല്ല. ഇത് രണ്ട് സൈഡിലും ഉണ്ട്. 3-4 എസ്കലേറ്റർ ഉണ്ട്. നല്ല നീളത്തിനുണ്ട്. ഇത് പോകുന്നതിന് വേണ്ടിയുള്ള മെട്രോ സ്റ്റേഷൻ അകത്ത് കയറി ഇനി ഞങ്ങൾ ട്രെയിന് വരുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ടിക്കറ്റ് എടുക്കുന്നതും എല്ലായിടത്തേക്കുള്ള സാപ്തിക്കോടെ ബസ്സും വിടുന്നുണ്ട്. ബസ് സർവീസ് ഭയങ്കര മെട്രോ സ്റ്റേഷനാണ്. നമ്മൾ ചെറിയൊരു എയർപോർട്ടിൻ്റെ അതേ ഒരു ഇതുണ്ട്. പള്ളിയും അടിപൊളിയാണ്. ഇതുപോലെയാണ് മദീന സ്റ്റേഷനും വലുതാണ്. ഭയങ്കര സെറ്റപ്പിലാണ് പണിതിട്ടേക്കുന്നത്. എയർപോർട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറയുള്ളൂ. ഞങ്ങളിവിടെ നിന്ന് ഒരു പ്രാവശ്യം മദീനയ്ക്ക് പോയി. മദീനയ്ക്ക് എൻട്രൻസ് കയറി. ഇതാണ് ഇവിടെ നമ്മുടെ ട്രെയിനിൻ്റെ സമയവും ടൈം ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ സെൻറ്റർ. ഇതാണ് മെട്രോയുടെ ആകം. ഭയങ്കര എയർപോർട്ട് കണക്ക് തന്നെയാണ്. ഭയങ്കര സിസ്റ്റമാക്കിയിട്ടേക്കാണ്. ഓരോ 8 പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൻ്റെ അവർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. എത്ര മിനിറ്റ് ഇടവിട്ടുണ്ട് ട്രെയിൻ? അരമണിക്കൂറുണ്ടോ? അത്രയൊന്നും ഇല്ലടാ. അടിപൊളിയാണ്. ഇത് ട്രെയിൻ പോകുന്ന പ്ലാറ്റ്ഫോമാണ്. പോകുന്ന ഓരോ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും മക്കയുടെ ഒരു ചെറിയൊരു രൂപമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ട്രെയിൻ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. പച്ചയാണെന്ന് തോന്നുന്നു അല്ലേ ഷാനെ? ഇത് മദീനയുടെ ജിദ്ദയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്ക. ഓരോ സ്ഥലങ്ങളും ഓരോ മെട്രോ സ്റ്റേഷനും സ്റ്റോപ്പും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മക്കയുടെ അന്ന് വന്നപ്പോൾ ഇത്ര ഇതില്ലായിരുന്നില്ലേ? ഓരോ ഇത് മക്കയുടെ ഒരു
മരുഭൂമിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് ട്രെയിൻ കടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. കുതിരയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒട്ടകത്തിനുണ്ടാക്കി വെച്ചേക്കുന്നത്. ഭയങ്കര രസമാണ് ഇതിനകത്ത്. എയർപോർട്ടിൻ്റെ ആ തിരക്കില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം എയർപോർട്ട് കണക്ക് തന്നെ. അടിപൊളി, നല്ല പൈസ മുടക്കി തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇത് കംപ്ലീറ്റ് എസ്കലേറ്ററുകൾ, എത്ര എണ്ണം. പൈസ മുടക്കി തന്നെ ഇട്ടേക്കണം അല്ലേ. ആ കാണുന്ന തന്നെ റെയിൽവേ ട്രാക്ക് ആ കാണുന്ന. ഓരോ പ്ലാറ്റ്ഫോം 1 to 2 പ്ലാറ്റ്ഫോം. ഇതിൽ അനൗൺസ് ഒന്നും കേൾക്കില്ല, ഇപ്പോൾ ഒന്നും ഇല്ലെന്ന് തോന്നണം. ഈ ടൈമിൽ ട്രെയിനുകളൊന്നും വരാൻ ചാൻസ് ഇല്ലേ. ഇപ്പം മക്കയിലോട്ട് പോകുന്ന ട്രെയിനിന് വേണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3, 4. ഏതിലാണ്? 3-ലാണോ ട്രാക്കിൽ? അപ്പുറത്താണോ ഇതിലാണെന്ന് അറിയാൻ വയ്യ. ഇതാണെങ്കിൽ നല്ല പക്കായിട്ട് കാണാൻ പറ്റും. അവിടെ ആണെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരും, എന്നാലും കുഴപ്പമില്ല. നമ്മളെ പ്രതീക്ഷകരെ എന്തായാലും മെട്രോ ട്രെയിൻ കാണിക്കാം. ട്രെയിനൊന്ന് കാണിക്കണം അല്ലേ. ഡ്രൈവർ ഇല്ലാത്തതാണ്. കമ്പ്യൂട്ടറിൻ്റെ പരിപാടിയാണ്. ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാണ് ഫുള്ള്. അയ്യോ, ഓണായില്ലായിരുന്നു. ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇത് മക്കയിലോട്ട് വന്നത്. മക്കയിലോട്ട് പോകാനുള്ള ട്രെയിൻ. ചരിത്രം വായിച്ചറ എത്ര പോയുണ്ട്? 2018 ഇത് ചാലു ആയത്. നല്ല നീളമുണ്ട് സാർ. അത്ര അധികം ഒന്നും വെയിറ്റ് ചെയ്യില്ല ഇത്, പെട്ടെന്ന്. അതിന് 300 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകും. 300 km/h. ആ 1.25 മണിക്കൂർ കൊണ്ട് മദീന എത്തണം. അവിടുന്ന് 6 മീറ്റർ വന്നിട്ടുണ്ട്. അത് മദീനയ്ക്ക് പോകാനുള്ളത് എത്തി വന്നിട്ടുണ്ട്. മദീന പോകുന്നത് ഇത് മക്കയ്ക്ക് പോകുന്നത്. അതെ, വീഡിയോ കിട്ടുമല്ലോ, നോക്കി തന്നാലേ കിട്ടുമല്ലോ. നമുക്കൊരവക്കം പറ്റിപ്പോയി, 1 മിനിറ്റ് ലേറ്റായി നമുക്ക് കിട്ടത്തില്ല. കിട്ടൂലേ. ഭാഗ്യം കൊണ്ട് ആ ടിക്കറ്റും ക്യാൻസൽ ആയി പോകാൻ അല്ലേ. 240 രൂപയുടെ ടിക്കറ്റ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ റോഡിൽ പോകുന്നതിനേക്കാളും നല്ലതല്ലേ മെയിനായിട്ട്. അതെ അതെ, ട്രാഫിക്കും ഇല്ല, ഒന്നുമില്ല. അടിപൊളിയാണ്. അതിനകത്ത് നല്ല രസമാട്ടോ. കയറി കഴിഞ്ഞാൽ ഇറങ്ങണമെന്ന് അറിയില്ല. കുറച്ച് മലയൊക്കെ ഉണ്ടാവും. ആ മിനിയേച്ചറിലെല്ലാം കാണിക്കുന്നുണ്ടല്ലോ ട്രെയിൻ പോകുന്നതല്ലേ അല്ലേ. ഇവിടെ വെച്ചേക്കുന്ന സ്റ്റാർട്ടാവും. ഇതിപ്പോൾ പോകുന്ന അറിയില്ല. കയറി ഒരു 5 മിനിറ്റൊക്കെ കാണുള്ളൂ. മക്കൾക്കുള്ള ട്രെയിന് സ്റ്റാർട്ടായി പോവാണ്. മക്കൾക്ക് പോവുകയാണ്. 1 മണിക്കൂർ വേണ്ട മക്കയിലെത്താനായിട്ട്. നേരെ എയർപോർട്ടിൽ പോവും. എയർപോർട്ടിൽ നിന്ന് ആളെടുത്ത് നേരെ മക്കൾ. ഓക്കെ, ഇതാണ് ബുള്ളറ്റ് ട്രെയിൻ. ഓക്കെ, നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് ഇവിടെ പഞ്ച് ചെയ്ത് ഇവിടെ സ്കാൻ ചെയ്താണ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന് പോവും. ഇതാണ് ട്രെയിൻ വരുന്നത്. ഇവിടെ വരുന്നതാണ്. ഇതിലെ താഴെ ഇറങ്ങണം. ഇതുവഴിയാണ് താഴെ വന്ന് ഇവിടുന്ന്
ട്രെയിൻ വരുന്നത് ഇവിടെയാണ്, ഇലക്ട്രിക് മെട്രോ വരുന്നത് ഇവിടെയാണ്. 2, 3, 4, 5 പ്ലാറ്റ്ഫോം. ആ ഇവിടെ വരുമ്പോൾ മക്കയിലത്തേക്കും മദീനയിലത്തേക്കും. റിയാദൊന്നുമില്ല, മക്ക മദീന ഇത് ഹറമ് മാത്രമേ ഉള്ളൂ. 2 ഹറമിലേക്ക് മാത്രമേ ഇപ്പോൾ ട്രെയിൻ സർവീസ് നിലവിലുള്ളൂ. ഇനി ഭാവിയിൽ ഇതൊക്കെ കണക്ട് ചെയ്ത് അങ്ങ് ഉണ്ടാവും. ടിക്കറ്റ് എടുക്കുക, ഇവിടെ വരിക, ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും. ഇതുവഴി നേരെ താഴെ ഇറങ്ങണം. വരും ഇപ്പോൾ ട്രെയിൻ ഉണ്ടാവും. ഇപ്പോൾ അപ്പുറത്ത് 8 പ്ലാറ്റ്ഫോമുകളുണ്ട് ട്രെയിൻ വരുന്ന, മൊത്തം അത് തന്നെ. ഇതെല്ലാം ഓരോന്നാണ്. ഇത് 3, 4 പ്ലാറ്റ്ഫോം, 5, 6, 7, 8 ഓരോ ടൈമിലും കണക്കാക്കി വരുന്നു. അടിപൊളിയാണ് ഇവിടുത്തെ ടിക്കറ്റ്. ടിക്കറ്റ് മോളിലാണ് കൗണ്ടർ. ഓൺലൈനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളത്. ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ഇവിടെ വന്ന് എടുക്കുന്നതിനെ കഴിഞ്ഞ് 15 റിയാലോ 16 റിയാലോ കുറവാണ് ഓൺലൈനിൽ എടുത്താൽ. ആ ടൈമിൽ എത്തിക്കണല്ലോ. ട്രെയിൻ പോയി കഴിഞ്ഞാൽ മിനിയേച്ചറാണ് മക്ക മദീന. ഇതോരോ ഈ ട്രെയിൻ കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളുടെ അതാണ് കൊടുത്തേക്കുന്നത് എല്ലാം. ആ നമ്മൾ തിരിച്ചു പോവുകയാണ്. സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. ധനൂപിൻ്റെ കോഫി ഷോപ്പ്, മസ്ജിദ്, ടിക്കറ്റ് കൗണ്ടർ. ആണ് ടിക്കറ്റ് കൗണ്ടർ. ഇത് ഫാർമസി. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ, ഫാർമസി. ധനൂപ് സൂപ്പർ മാർക്കറ്റാണ് ഇതിനകത്തുള്ള. ധനൂപ് ഡാഷ് ചെറിയൊരു മാർക്കറ്റാണ്. അതിന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കണം. ഇത് കോഫി ഷോപ്പ്. ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. സാപ്റ്റിക്കോട റിയാദിലത്തേക്ക്, ദമാമിലത്തേക്ക്, എവിടെ എല്ലായിടത്തേക്കും ഉണ്ട് സൗദിയിൽ. ജിസാൻ. ഇത് കോഫി ഷോപ്പ്. അതിൻ്റെ പാർക്കിങ്ങിലെത്തി. നമ്മളന്ന് വണ്ടി നോക്കുക, പോവുക. വണ്ടി ഇട്ട സ്ഥലം മറന്നുപോയി. വണ്ടിയൊന്നും അത്ര അധികം ഇല്ല. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. എന്നാലും അതൊക്കെ നമുക്ക് നികത്തിയിട്ട് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.